രാവിലെ അമ്മയുടെ കോള് കേട്ടാണ് ഞാൻ ഉറക്കഴിക്കണത്. ആമി അങ്ങോട്ട് ഓടി വന്ന് ഇത്തിരി രാവിലെ എഴുന്നേച്ചപ്പോൾ ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് കെട്ടിയിടാറില്ല. അവൾക്ക് വയ്യാത്തതുകൊണ്ട് വീട്ടിനകത്ത് തന്നെ കിടക്കും, ഒരിടവും പോവില്ല. അല്ലെങ്കിലും പിന്നെ അവൾ ഈ നമ്മളെ ഗുണ്ടുവിനെ പോലെ ഓടിപ്പോവാറില്ല. അവൾ വീട്ടിൽ തന്നെ കാണും. പിന്നെ ഈ ആരെങ്കിലും കടിക്കുമെന്ന് പേടിച്ചിട്ടാണ് നമ്മൾ കെട്ടിയിടുന്നത്. അല്ലാതെ അവൾ അഥവാ രാത്രി മാത്രമേ ഇവിടെ വരാറുള്ളൂ. അങ്ങനെ ഇന്ന് രാവിലെ ആയപ്പം 2-3 ദിവസം കൊണ്ട് ഒരേ കിടപ്പല്ലേ. ഇന്ന് രാവിലെയാണ് എണീറ്റപ്പോഴേക്കും ഇവളെ കാണാനില്ല. അമ്മ പറഞ്ഞു, എടീ ഉയരോട്ട് വരണ കണ്ട് ഇനി അങ്ങ് വന്നാൽ നോക്കെന്ന് പറഞ്ഞു. ഞാൻ പുറത്ത് നോക്കിയപ്പം ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നു. ഞാൻ പിന്നെ അകത്ത് കയറ്റി. അവൾ ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ ഞാൻ ഇവളൊരു കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങ് തിരിച്ചു പോകാൻ വേണ്ടി ഈ റോഡിലോട്ട് എടുത്ത് ചാടും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഷോള് വെച്ചൊന്ന് ഞാൻ കെട്ടി ഇവിടെ വണ്ടിയിൽ തന്നെ ഇരുത്തിയിട്ടുണ്ട്. നീളമുണ്ട്, താഴെ ഇരിക്കാം. അവൾ കൂടുതലും വണ്ടിയിൽ തന്നെ ഇരുന്ന്. പിന്നെ ഗുണ്ടുവിനെയും ഞാനങ്ങ് പെട്ടെന്ന് കെട്ടിയിട്ട്, എനിക്ക് രാവിലെ കുട്ടികളെയും ചേട്ടനെയൊക്കെ വിടുന്നതുകൊണ്ട് എനിക്ക് കൊണ്ടുവിടാനൊന്നും സമയമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ 1 മണിക്കൂർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ തന്നെ അവൾ ഇരുന്ന്. ഞാൻ പിന്നെ ഗുണ്ടുവിന് മേടിച്ച് വെച്ച പ്രീ ഡിഗ്രി ചെറിയ കവർ 25ൻ്റെ പാക്കറ്റ്, വല്ലപ്പോഴൊക്കെ അവന് കൊതിക്ക് നമ്മൾ ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ അവന് കൊടുക്കാൻ വാങ്ങി വെച്ചിരുന്നത്. ഞാനത് ഇന്നലെ ടാനിയ പറഞ്ഞല്ലോ, ഇങ്ങനെ ഇറച്ചിയോ പ്രീ ഡിഗ്രിയോ ഒക്കെ ഉണ്ടെങ്കിൽ കൊടുത്തു നോക്ക്, ഹെൽത്തി ആവട്ടെ. അങ്ങനെ ഞാൻ കൊടുത്തു നോക്കിയപ്പം രാവിലെ തന്നെ അവൾ കഴിച്ചു. രാവിലെ ആയപ്പോൾ ഇന്നലെ നൈറ്റൊന്നും കഴിച്ചില്ല. പക്ഷെ രാവിലെ അമ്മ ഒരു മുട്ട പൊരിച്ച് കൊടുത്തപ്പോഴേക്കും അവൾ കഴിച്ചെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സമാധാനമായി. ഒന്നും കഴിക്കാതിരുന്നവളാണ്, മുട്ടയൊന്നും തൊടൂലായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ കഴിച്ചു തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ ഒരു കുട്ടികളെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ അവളെയും കൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. ഒരു 8-8:30 ഒരു 1-1.5 മണിക്കൂറോളം ഇവിടെ ഇരുന്ന്. 8 മണിയോടെ ഞാൻ അവളെയും കൊണ്ട് ചേട്ടനെയും വിട്ടതിന് ശേഷം താഴെ കൊണ്ടുവന്ന്. എനിക്ക് തോന്നണം ഇന്നലെ പറഞ്ഞിരുന്നു ഇൻജക്ഷനൊക്കെ 5-6 ഇൻജക്ഷനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എടുത്ത് ടോണിക്ക് തന്ന്. കുറവില്ലെങ്കിൽ മാത്രം പുറത്തു നിന്നുള്ള മരുന്ന് മേടിച്ചുകൊണ്ടിരുന്ന് കൊണ്ട് ചെന്നാൽ മതി ഇന്ന്. അപ്പോൾ രാവിലെ ഞങ്ങൾ പിന്നെ 1/2 ഗ്ലാസ് പാലിൻ്റെ വെള്ളം കൊടുത്തു. പിന്നെ മുട്ട രാവിലെ പാതി മുട്ട അമ്മ പേടിച്ച് കൊടുത്തോളൂ, തേങ്ങയൊക്കെ ഇട്ട്. ഇനി എന്തെങ്കിലും അങ്ങനെ അപ്പം അവൾക്ക് കൊടുത്തപ്പോൾ അവൾ കഴിക്കുന്നുണ്ട്. ഞാൻ രാവിലെ എൻ്റെ വീട്ടിൽ നിന്നും കഴിച്ച്, ഇവിടെയും വന്നപ്പം കഴിച്ചു കേട്ടോ. കഴിച്ച് കണ്ട് സമാധാനമായതിന് ശേഷമാണ് ഞാനിങ്ങ് പോകുന്നത്. അതുപോലെ വെള്ളമൊക്കെ കുടിച്ചു തുടങ്ങി. ഇന്നലെ ഇതൊന്നും ചെയ്തിട്ടില്ല, വെള്ളമൊന്നും രാത്രി കുടിച്ചില്ല. അപ്പം എന്താ ചായയൊക്കെ ചായയല്ല, പാലിൻ്റെ വെള്ളം തന്നെയാണ്, പാലും വെള്ളവും കൂടി ചേർത്തത്. ഞാൻ പറഞ്ഞു അധികം കട്ടിയുള്ള പാൽ. പിന്നെ വെളിയിൽ വന്ന് ഭയങ്കര ആക്റ്റീവായി അമ്മയൊക്കെ ആയിട്ട്. അമ്മ കൈതാന്ന് ചോദിക്കുമ്പോൾ അവൾ കൊടുക്കണതും അതൊക്കെ കണ്ടമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അവൾ ഓക്കെ ആയി എന്ന് പറഞ്ഞ്. ഇനി കുറവില്ലെങ്കിൽ കൊണ്ടുപോവാം.